ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ അഞ്ജലിനെ മഴ നനഞ്ഞിങ്ങനെ നിൽക്കുന്ന അഞ്ജലിനെ കണ്ടിട്ട് ശ്യാമളക്ക് വിഷമം തോന്നുന്നുണ്ടെങ്കിലും ശ്യാമൾ അത് മൈൻഡ് ചെയ്യാതെ ഉമ്മറത്തേക്ക് വരുവാണ്. എന്നിട്ട് അഞ്ജലിനെ ഒന്ന് നോക്കുന്നുണ്ട്. അഞ്ജലി വല്ലാതെ പ്രതീക്ഷയിലാണ്. ശ്യാമള ചിലപ്പോൾ വിളിച്ചാലോ എന്നുള്ള പ്രതീക്ഷ. പക്ഷെ ശ്യാമള വിളിക്കണമൊന്നുമില്ല കേട്ടോ. അഞ്ജലിനെ കണ്ടിട്ട് വാതിൽ കൊട്ടി അടച്ചിട്ട് അകത്തേക്ക് കയറി പോവാണ് ശ്യാമള. അഞ്ജലിക്ക് ഭയങ്കര വിഷമമൊന്നുണ്ട്. അഞ്ജലി ആ പെരും മഴയത്ത് ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കാട്ടോ. ആര്യക്കും ആകെ വിഷമമാണ്. ആര്യ അപ്പോഴത്തന്നെ ബുക്ക് എടുത്തിട്ട് തന്റെ ബാക്കി നോവൽ പോലെ എഴുതാണ് അഞ്ജലിയുടെ ആ ഒരു സംഭവം. അവൾ പറയുന്നത് കേൾക്കാൻ ആർക്കും മനസ്സുണ്ടായില്ല. അവള് ഒരിക്കലും തെറ്റ് ചെയ്യില്ല, അത് ഉറപ്പാണ്. പക്ഷെ അവളെ മനസ്സിലാക്കാൻ ആരും തയ്യാറായില്ല. അവൾ ഇപ്പോഴും കാത്തിരിക്കുകയാണ്. ഈ പെരുമഴയത്ത് ഇടിമിന്നലും ഒരുപാടുണ്ട്. അവൾ ആ പെരുമഴയത്ത് അവളുടെ വീട്ടുകാര് അവളെ വിളിക്കുമായിരിക്കും, അവളോട് എന്താ മകളെ എന്ന് ചോദിക്കുമായിരിക്കും എന്നുള്ള ക്ഷണം കാത്തിരി അവൾ അവിടെ നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആരിങ്ങനെ കരഞ്ഞുകൊണ്ട് ഒരു ഡയറിയിൽ എഴുതാണ്. തൊട്ടു പിന്നാലെ ഇന്ദിര കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നെ കാണിക്കുന്ന അഭിനെയാണ്. അഭി റൂമിൽ കയറിയിട്ട് എന്തൊക്കെയോ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീട്ടിലൊരു സാധനം വെച്ചെടുത്ത് കാണില്ല. എന്തൊരു അവസ്ഥയായത്, എന്റെ സാധനങ്ങളൊന്നും വെച്ചെടുത്ത് കാണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സാധനങ്ങളൊക്കെ അങ്ങോട്ട് മറിച്ച് നോക്കുന്നു, ഇങ്ങോട്ട് മറിച്ച് നോക്കുന്നു, ഷെൽഫ് തുറന്നു നോക്കുന്നു. അങ്ങനെ എല്ലാം തുറന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ അനുപമയുടെ ഷെൽഫ് തുറക്കുമ്പോഴേക്കും അതിൽ കുറെ ബ്യൂട്ടി പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇതിനൊന്നും ഒരു കുറവുമില്ല എന്ന് പറഞ്ഞിട്ട് അഭി അവിടെ ഉണ്ടായ സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു നോക്കാണ്. ഇത് കണ്ടുകൊണ്ട് അനുപമ അവിടേക്ക് വരുന്നുണ്ട്. അഭി എന്തീ കാണിക്കുന്നത്, ഇതെന്തീ തപ്പുന്നതെന്ന് ചോദിക്കുമ്പോ ഈ വീട്ടിലെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഈ വീട്ടിലെ റൂമിന്റെ അകത്തുണ്ട്. നീ എപ്പോ ഈ റൂമിലേക്ക് കയറി വന്നോ അതോടെ എന്റെ സാധനങ്ങളൊന്നും കാണാതെ. അല്ല അഭിയുടെ എന്താ കാണാതെ, കാര്യം പറ, എന്താ അഭി കാര്യം പറ. അതെ, ഞാനൊരു മാഗസിനില് ഒരു സംഭവം വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് നാളെ ഓഫീസില് പ്രസന്റ് ചെയ്യേണ്ട ഒരു ചെറിയൊരു പേപ്പർ ഫയലാണ്. അത് ഞാനിവിടെ ഏതോ ഒരു മാഗസിനിൽ എടുത്തു വെച്ചു. അത് ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചതാണ്. ഇപ്പൊ അത് കാണാനില്ല എന്നിങ്ങനെ പറയണം. അത് അവിടെ തന്നെ ഉണ്ടാകും അഭി എന്നിങ്ങനെ പറയുന്നുണ്ട് അനുപമ. ആ സമയത്ത് അനുപമ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഈശ്വര മാഗസിന്റെ ഉള്ളിലോ, ഇനി ആ മാഗസിൻ എങ്ങനെ എടുത്ത് നോക്കോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നോക്കുമ്പോഴേക്കും അഭി ആ മാഗസിൻ തന്നെ കയ്യിലേക്ക് എടുക്കുക കേട്ടോ. എന്നിട്ട് ആ മാഗസിൻ വെറുതെ ഇങ്ങനെ മറിച്ച് നോക്കുന്നുണ്ട്. അത് കാണുമ്പോഴേക്കും അനുപമക്ക് ആകെ ടെൻഷൻ ആവാണ്. ഈശ്വര ആ മാഗസിനിലാണല്ലോ അഞ്ജലിയുടെ അർജുന്റെ കല്യാണ ഫോട്ടോ ഉള്ളത്. ഈശ്വര അതെങ്ങാനും അഭി കണ്ടു കഴിഞ്ഞാൽ അതോട് തീർന്നു. ഇനിയിപ്പൊ എന്താ ചെയ്യാന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുക. ആ പേജ് ഇങ്ങനെ മറിച്ചോണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പൊ ആ പേജ് ഇങ്ങനെ എത്തുമ്പോൾ മുമ്പ് തന്നെ അനുപമക്ക് ഒരു ഐഡിയ തോന്നുന്നു. അനുപമ പെട്ടെന്ന് ഇങ്ങനെ പ്രഷർ കയറിയിട്ട് ഇങ്ങനെ ശ്വാസം കിട്ടാതെ പോലെ ബെഡിലേക്ക് മറിഞ്ഞ് അങ്ങോട്ട് വീഴുക കേട്ടോ. അത് കാണുമ്പോൾ അഭി ശരിക്കും പേടിച്ചു പോകാണ്. അഭി അപ്പൊ തന്നെ മാഗസിൻ അവിടെ ഇട്ടിട്ട് അനുപമേ 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 എഴുന്നേക്ക് അനുപമേ എന്ന് പറയുമ്പോൾ അനുപമ പെട്ടെന്ന് എനിക്ക് കുറച്ച് വെള്ളം എന്ന് പറയാണ്. അഭി വെള്ളം എടുക്കാൻ വേണ്ടി നിലത്തേക്ക് പോകുമ്പോഴേക്കും അനുപമ വേഗം തന്നെ അഭി പോയെന്ന് മനസ്സിലാക്കിയിട്ട് കട്ടിൽ നിന്ന് ചാടി എഴുന്നേക്കാട്ടോ. എന്നിട്ട് വേഗം ആ മാഗസിൻ എടുക്കാണ്. എന്നിട്ട് ആ ഒരു കല്യാണ ഫോട്ടോ ഉണ്ടല്ലോ, അതായത് സമൂഹ വിവാഹത്തിന്റെ കല്യാണത്തിന്റെ ആ ഒരു പേജ്, ആ പേജ് 2-3 പറിച്ച് അങ്ങോട്ട് കീറുവാണ് മാഗസിനിൽ നിന്ന്. എന്നിട്ട് വേഗം തന്നെ ബാത്റൂമിലേക്ക് പോകാണ്. എന്നിട്ട് ആ പേപ്പർ കുറെ ഒരു 10-15-20-3-4 കഷ്ണങ്ങളാക്കി മുറിച്ച് അതിന്റെ ക്ലോസറ്റിന്റെ ഉള്ളിലേക്ക് ഇട്ട് ഫ്ലഷ് അടിക്കുക കേട്ടോ. സമാധാനായി എന്ന് പറഞ്ഞിട്ട് അനുപമ ഒന്നടുത്ത് പോലെ അവിടെ പോയി ഇരിക്കുമ്പോഴേക്കും അഭി വെള്ളമായിട്ട് വരുന്നുണ്ട്. നീ എങ്ങനെ ഇരുന്നു, നിനക്ക് കുഴപ്പമൊന്നുമില്ലേ? അത് പെട്ടെന്നൊരു എന്തോ പ്രശ്നമായതാ. അഭി എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞപ്പോഴേക്കും എനിക്ക് ആകെ പടസാമനില തെറ്റിപ്പോയി. പെട്ടെന്ന് പ്രഷർ ഒന്ന് ഇതായതാ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, വെള്ളം എന്ന് പറയണം. അപ്പൊ വെള്ളം നമ്മുടെ അഭി കൊടുക്കുന്നുണ്ട്. ആ വെള്ളം കുടിച്ചിട്ട് അനുപമ വേഗം അപ്പുറത്തേക്ക് പോവാണ്. അഭിക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നു കേട്ടോ. അനുപമ മനസ്സിൽ വെക്കണം, സമാധാനായി എന്ന് പറഞ്ഞ് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന അർജുനെയാണ്. അർജുൻ അങ്ങനെ നമ്മുടെ അഞ്ജലിയുടെ വീട്ടിലേക്ക് എത്തി കേട്ടോ. അങ്ങനെ അഞ്ജലിയുടെ വീട്ടിലേക്ക് എത്തുന്ന അർജുൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും കാണുന്ന കാഴ്ച അഞ്ജലി മരത്തിന്റെ സൈഡിൽ ഇരുന്നിട്ട് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുക കേട്ടോ. അയ്യോ അഞ്ജലി, താനെന്താണ് ഇവിടെ ഇരിക്കുന്നത്, തനത് അകത്ത് കയറാത്തത്? അഞ്ജലി എന്ത് പറ്റിയടോ, താനെന്ത് എങ്ങനെ നിൽക്കുന്നത്, താനത് അകത്ത് കയറാത്തത്, താനെന്ത് ഫോൺ എടുക്കാത്തത്? എത്ര പ്രാവശ്യം ഞാൻ തന്നെ വിളിച്ചു, തനിക്കൊന്ന് ഫോൺ എടുത്താൽ എന്താ? എടോ താനെന്താ ഇവിടെ ഇരിക്കുന്നത്, കാര്യം പറ, താനെന്തിനെ കരയുന്നത് എന്ന് ചോദിക്കുമ്പോ അഞ്ജലി പറയുന്നുണ്ട്, അത് വീട്ടുകാരനുസരിക്കാത്ത വീട്ടുകാരുടെ സ്വപ്നങ്ങളെല്ലാം തകർത്തതിന് എനിക്ക് കിട്ടിയ ശിക്ഷയാണിത്. എന്റെ ഈ താലിമാല അവർ കണ്ടുപിടിച്ചു. വിവാഹം കഴിഞ്ഞതും ഞാൻ വിവാഹം കഴിച്ച രാജീവിനിയാണെന്നൊക്കെ അവർ മനസ്സിലാക്കി. അതിനുള്ള ശിക്ഷയാണ്, ഒരു കുടുംബത്തിലെ പ്രദേശങ്ങൾ ഫുള്ളും തെറ്റിച്ചതിന്റെ ശിക്ഷയാണിത് എന്ന് പറഞ്ഞിട്ട് അഞ്ജലി കരയാണ്. അത് കേൾക്കുന്ന അർജുൻ പറഞ്ഞിടോ, അങ്ങനെയാണെങ്കിൽ തെറ്റ് ചെയ്ത് താൻ മാത്രമല്ലോ ഞാനും കൂടിയല്ലേ? അതെ എടോ, ഇതിലെന്തോ ചതിയുണ്ട്, നമ്മൾ ആരോ ചതിച്ചതാ. ചതിച്ചു, നമ്മൾ തന്നെ നമ്മുടെ വീട്ടുകാരെ ചതിച്ചു, വീട്ടുകാരുടെ പ്രതീക്ഷകൾ ചതിച്ചു. എടോ, ഇതൊന്നും മനഃപൂർവ്വമായും ചെയ്തതല്ലോ. നോക്ക്, തനിക്ക് ഈ ശിക്ഷ അനുഭവിക്കാമെങ്കിൽ ഞാനും ഈ ശിക്ഷ അനുഭവിച്ചോളാം. ഞാനും ഈ ശിക്ഷയ്ക്ക് അർഹതപ്പെട്ടവനാണ്. താൻ ഒറ്റയ്ക്കല്ലോ ഇത് ചെയ്തത്, ഞാനും കൂടി നിന്നിട്ടല്ലേ ഇത് ചെയ്തത്. താൻ വിഷമിക്കൊന്നും വേണ്ട, തന്റെ കൂടെ ഞാനുണ്ട്. അർജുനോട്
അഞ്ജലി പറയണ്ട്, ഞാൻ രാജുവിനെ നിർബന്ധിക്കില്ല, രാജു പോയിക്കോ, എന്ത് തന്നെ ഉപേക്ഷിച്ച് പോണോന്നാണ് താൻ പറയണത്? തന്നെ ഒറ്റക്കാക്കിയിട്ട് ഞാൻ ഇവിടെ നിന്ന് പോവെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? എന്താണെങ്കിലും രണ്ടുപേരും ഒരുമിച്ച് അനുഭവിക്കും എന്ന് പറഞ്ഞിട്ട് അർജുനും അവിടെ തന്നെ ഇരിക്കാട്ടോ. അഞ്ജലി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീട്ടുകാരത്ത് നമ്മൾ വലിയ ചതിയാ ചെയ്തത്. ഇന്ന് എന്റെ വീട്ടുകാർ ഇങ്ങനെ ചെയ്തു, നാളെ രാജുവിന്റെ വീട്ടുകാർ ഇത് അറിയുമ്പോൾ രാജുവിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ തെറ്റിച്ചെന്ന് അവരറിയുമ്പോൾ അവരും ഇതുപോലൊക്കെ പ്രതികരിക്കും. എടോ, നമുക്ക് വരുന്നിടത്ത് കാണാം, ഒരുമിച്ച് നേരിടും, ഈ പ്രശ്നം നമ്മൾ ഒരുമിച്ച് നേരിടും എന്നൊക്കെ പറഞ്ഞിട്ട് അർജുൻ അഞ്ജലിനെ സമാധാനിപ്പിക്കുകയാണ്. അർജുനും അഞ്ജലിയുടെ കൂടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് രാവിലെ ആവാണ്. രാവിലെ നേരം വെളുക്കുമ്പോൾ തന്നെ അനുപമ അടുക്കളയിലേക്ക് പോവാണ്. അവിടെ നമ്മുടെ നന്ദിനി ചായ എടുക്കുന്നുണ്ട്. അതിൽ നിന്നൊരു കപ്പ് ചായ അനുപമ എടുത്ത് കുടിച്ചോണ്ടിരിക്കുമ്പോ നന്ദിനി ചോദിക്കണ്ട്, നീ അർജുനെ കണ്ടിരുന്നോ? അർജുനോ? ഏത് അർജുൻ? ആഹാ, നിനക്ക് എത്ര അർജുന്മാരെ അറിയാം? എന്റെ മകൻ അർജുനെ കണ്ടിരുന്നോന്ന്. അർജുൻ ഇവിടെ ഇല്ലേ? അല്ല, രാവിലെ അവനെ റൂമിൽ പോയി കിടന്ന് ഉറങ്ങുന്നുണ്ടാവുന്ന ഞാൻ വിചാരിച്ചത്. രാത്രി കാണാതായപ്പോഴേക്കും റൂമിലേക്ക് പോയി. രാവിലെ റൂമിൽ അവനെ കിടന്ന് ഉറങ്ങുന്നൊന്നുമില്ല. പിന്നെ മുറ്റത്തൊക്കെ നോക്കി, അവൻ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ പയ്യനാണ്, ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. നീ സാധാരണ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നീ മനസ്സിലാക്കാറുണ്ടല്ലോ, നീ എല്ലാം അറിയുന്നവളാണല്ലോ, അതുകൊണ്ടാ നിന്നോട് ചോദിച്ചത്, നീ എന്തെങ്കിലും കണ്ടിരുന്നോ കേട്ടിരുന്നോന്ന്. അതോ, അർജുൻ അതിന് ഇന്നലെ രാത്രി വന്നല്ലോ. ഇന്നലെ രാത്രി അവൻ വന്നിരുന്നോ? വന്നിരുന്നു, ഞാൻ കണ്ടിരുന്നു. എന്നിട്ട് നിന്നോട് അവൻ എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞൊന്നുമില്ല. ഒരു കാര്യം ചെയ്യ്, ഈ വീട്ടിൽ വേറെ ആൾക്കാരൊക്കെ ഇല്ലേ, അവരോടൊക്കെ ഒന്ന് ചോദിക്കും, ചിലപ്പോ അവർക്കറിയായിരിക്കും എന്ന് പറഞ്ഞിട്ട് അനുപമ നേരെ മുകളിലേക്ക് പോവാണ്. എന്നിട്ട് ഇന്ദിരയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. ഇന്ദിര നല്ല ഉറക്കമാട്ടോ. അനുപമയുടെ ഫോൺ എടുക്കുമ്പോഴേക്കും ഹലോ എന്ന് പറയുമ്പോഴേക്കും അമ്മായി, ഇത് ഞാനാ, അനുവാ. എന്താടി അമ്മായി, സമയം എത്രയെന്ന് അറിയാവോ? നിങ്ങൾ പിച്ചുമ്പോഴെന്ന് പറയാതെ ഒരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട്. അഞ്ജലിയുടെ അവസ്ഥ എന്തെയാ? അവൾ രാത്രി മഴയത്ത് നിന്നു എന്ന് പറഞ്ഞില്ലേ, രാവിലത്തെ അവസ്ഥ എന്തെയാ? അവളെ കൊണ്ടുപോകാൻ ആരെങ്കിലും അവിടെ വന്നോ? എനിക്കറിയില്ല, ഞാൻ കിടന്ന് നല്ല ഉറക്കമായിരുന്നു. എന്തു മഴയായിരുന്നു, എന്തൊരു തണുപ്പായിരുന്നു. ഈശ്വര, സമയം 9 മണിയായോ? എനിക്ക് സമാജത്തിൽ പോകേണ്ടതാ. അനു, നീ ഫോൺ വെച്ചേ എന്ന് പറയാണ്. അതെ, അവിടെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞോട്ടെ അമ്മായി. അതൊക്കെ ഞാൻ പറഞ്ഞോളാം, നീ ഫോൺ വെക്ക് എന്ന് വേണ്ടി എന്തിനാ ഫോൺ വെക്കാണ്? ഈശ്വര, 9 മണിയായി, 9:30 സമാജത്തിൽ എത്തണം. ഇനിയിപ്പോ ഡ്രസ്സൊക്കെ മാറി കുളിച്ചിട്ട് ഞാൻ എപ്പോ പോവാനാണ് എന്ന് പറഞ്ഞിട്ട് വാതിൽ തുറക്കുമ്പോഴേക്ക് എന്തിനെ ഞെട്ടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അഞ്ജലിയും അർജുനും കൂടി മരത്തിന്റെ തണലിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കാട്ടോ. അത് കാണുമ്പോ തന്നെ ഇന്ത്യ, അയ്യേ നാണില്ലാത്തവള്, എടി അഞ്ജലി എന്ന് പറഞ്ഞ് വിളിക്കണം. അഞ്ജലി പെട്ടെന്ന് ഷോക്ക് ആയ പോലെ എഴുന്നേക്കാട്ടോ. അപ്പോഴേക്കും അഞ്ജലി, നാണില്ലോട് എനിക്ക് ഇവിടെ ചൂടും പറ്റി ഇങ്ങനെ ഇരിക്കാനായിട്ട്, നാണില്ലാത്തവളെ, വൃത്തികെട്ടവളെ. ഇത് കേൾക്കുന്ന അർജുൻ പറഞ്ഞിട്ട്, നിങ്ങൾക്ക് നാണമില്ലേ അമ്മായി ഇങ്ങനെയൊക്കെ പറയാൻ? അമ്മായിയോ? ആരാടാ നിന്റെ അമ്മായി? ഓഹോ, അവൻ കേറി വരാൻ നോക്കിക്കണം മരുമകനായിട്ട്. എടാ പൊയ്ക്കടാ, എടി അഞ്ജലി, നിന്നെ ഇവന്റെ കൂടെ ഇറങ്ങി പൊയ്ക്കടി എന്നൊക്കെ പറയാണ്. അപ്പൊ ഈ ബഹളവും കാര്യങ്ങളൊക്കെ കേട്ട് നമ്മുടെ ശിവരാമനും ശ്യാമളയും കൂടി അവിടേക്ക് വരുന്നുണ്ട്. അപ്പൊ എനിക്ക് അമ്മയുടെ ഒരു കാര്യം പറയണമെന്ന് അഞ്ജലി പറയുമ്പോൾ, നിന്നോട് പറയേണ്ടതൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു, ഇനി നിന്നോട് എനിക്കൊന്നും പറയാനില്ല എന്ന് ശ്യാമള പറയണം. അത് കേൾക്കുമ്പോൾ അർജുൻ പറയണ്ടേ, ഇല്ല അഞ്ജലി ഒരു തെറ്റും ചെയ്തിട്ടില്ല, നിങ്ങൾ നടന്ന സത്യങ്ങൾ നിങ്ങൾ ഇനിയെങ്കിലും അറിയണം, അത് ഞാനായിട്ട് നിങ്ങളുടെ അടുത്ത് പറയും. നോക്ക്, എനിക്ക് ഇവിടെ ഒളിച്ചോടി കൊണ്ട് വിവാഹം കഴിക്കണമെന്നൊന്നും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹം കഴിക്കാൻ തന്നെയാണ് ഞാൻ ഇരുന്നത്. പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ഇവിടെ കഴുത്ത് താലി കെട്ടേണ്ടി വന്നു. അങ്ങനെ ഇവളൊരിക്കലും നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു പെണ്ണല്ല, ഒരിക്കലും നിങ്ങളുടെ വീട്ടുകാരെ മറന്നിട്ട് ഒന്നും ചെയ്യുന്നൊരു പെൺകുട്ടിയല്ല. ഞാൻ ഒളിച്ചോടി പോയി വിവാഹം കഴിക്കാന്ന് പറഞ്ഞാലും ഇവിടെ അതിനെ സമ്മതിക്കില്ലായിരുന്നു. കാരണം ആ രീതിയിൽ ഇവളെ നിങ്ങൾ നന്നാക്കി വളർത്തിയിരിക്കുന്നത്. ഇവളെ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടല്ല, ഇവളുടെ സമ്മതത്തോടെ അല്ല ഇവളുടെ കഴുതി താലി കെട്ടണം, ഞാൻ നിർബന്ധിച്ച് കെട്ടിയതാണ്. അതെങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. അഞ്ജലി എന്ന് പറഞ്ഞ പെണ്ണിനെ ഞാൻ യാദൃശ്ചികമായിട്ടാണ് കണ്ടുമുട്ടിയത്. എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു, അവളുടെ സ്വഭാവം, അവളുടെ സത്യസന്ധത എന്ന് പറഞ്ഞിട്ട് അർജുൻ ആ കഥ ഇങ്ങനെ പറയാൻ തുടങ്ങണം. എങ്ങനെയാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞെന്നുള്ള കഥ പറയാൻ വേണ്ടി തുടങ്ങുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ. Bye bye.